അങ്ങനെ ഒരു വിഷു കൂടി വന്നു. നല്ലോണം അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ചാ കയ്യിലാ കഞ്ചിൻ്റെ പൈസയുമില്ല. ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം കയ്പല്ലേ. ഇപ്രാവശ്യത്തെ കാര്യം കാട്ടപ്പുക തന്നെയാണ്. അത് തന്നെയാണെന്ന് പറയുന്നു. ഒരു കട്ടപ്പുകയില്ല, ലേശം മെനക്കെടണം. മെനക്കെട്ട നാട്ടുകാരെ പൈസ നമ്മളെ പോക്കറ്റിൽ. നിങ്ങൾ വളച്ചൊടിക്കാണ്ട് കാര്യം പറയുന്നത് ഒന്നുമില്ല. നമ്മൾ പുലർച്ചെ ആ. കൃഷ്ണവേഷം കെട്ടി വീടുകൾ കയറും. എത്ര കൂടുതൽ വീട് കയറാൻ പറ്റുന്നോ അത്രയും പൈസ നമ്മളെ പോക്കറ്റിൽ വരും. അത്രയും പൈസക്ക് നമുക്ക് വെള്ളടിക്കാം. അല്ല അതൊക്കെ പോട്ടെ, ഇപ്പം ഇതാരേ ഞമ്മള്. എനിക്ക് താടി ഉള്ളതുകൊണ്ട് നടക്കൂല, പിന്നെ ചെയ്യേണ്ട ഞാനാ. ഇത് പിന്നെ താടിയല്ലാണ്ട് പിന്നെ എന്നെ കൂടെ പറയിപ്പിക്കണ്ട. ഞാനായാലും ലേശം നിറം കൂടുതലല്ലേ, പെയിൻറ്റ് ചെയ്യാലോ കുറേ. ശരിയാവൂല. അതാ വരുന്ന നമ്മളെ കൃഷ്ണേ, നോക്ക്. നിറച്ചും പൈസ കിട്ടിയാൽ ഇനി വേണ്ടാന്ന് പറയാ. ചേട്ടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കൃഷ്ണൻ്റെ വേഷം ഇനി കെട്ടണോ? ഇന്നേക്കാൾ നല്ല കൃഷ്ണൻ ഈ നാട്ടിൽ വേറെ ഇല്ല. ശരിയാ, ഇവൻ്റെ ഹൗസ് ഓണർ സഹതാമിനിച്ച് പറഞ്ഞു. ഒന്ന് മുന്നോട്ട് കൈ നിറയെ കാശ് കിട്ടും, കിട്ടുന്നേ പാതി. ഓക്കെ ഓക്കെ, കിട്ടുന്ന പാതിയാ. മുന്നോട്ട് കൃഷ്ണ മെയിൻ ആക്ടറല്ലേ, നമ്മൾ സബ്ബല്ലേന്ന്. ഏത്